സഹോദരങ്ങളെ, അമലുകൾ കൊണ്ട് നമുക്കതിലേക്ക് കടക്കാൻ കഴിയില്ല. നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ അമലുകൾ കൊണ്ട്, എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നിസ്കരിച്ച ഏതോ ഒരു വഖത്ത് നമസ്കാരം ഒരു 10 വയസ്സ് മുതൽ 50ഉം 60ഉം വയസ്സ് വരെ പ്രായമുള്ള വാപ്പമാരെ സദസ്സിലിരിപ്പുണ്ടല്ലോ. ഓർമ്മ വെച്ച കാലം മുതലേ നിസ്കരിക്കുന്നവനല്ലേ വാപ്പ? ഓർമ്മ വെച്ച കാലം മുതലേ നിസ്കരിക്കുന്നവരാ. ഈ 50 കൊല്ലം നിസ്കരിച്ച നിന്റെ നിസ്കാരത്തിൽ ഒരു വഖത്ത് നമസ്കാരമെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാ. ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഉസ്താദേ, ഇന്ന ദിവസത്തെ നിസ്കാരമുണ്ടല്ലോ, സ്വന്തം ഉമ്മയുടെ മയ്യത്തിവിടത്തെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോഴാ പള്ളിക്കകത്തെ ളുഹർ നമസ്കാരം നടക്കുന്നത്. ആ നടക്കുന്ന ളുഹർ നമസ്കാരത്തിൽ ഉമ്മയുടെ ശരീരം കൊണ്ട് മനസ്സില്ല മനസ്സോട് കബറിനകത്ത് ഇറക്കി വെച്ചിട്ട് ഹൃദയം പൊട്ടുന്ന വേദനയോട് പള്ളിക്കകത്ത് കയറികറ്റ പടച്ചറപ്പിന്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ച ആ 4 റക്അത്ത് നമസ്കാരമെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഈമാൻ നമുക്കുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അമലുകൾ കൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ ചിലപ്പോൾ കഴിയില്ല. സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിസ്കരിച്ച ഏതെങ്കിലും ഒരു വഖത്ത് അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാനുള്ള ഈമാൻ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ മനുഷ്യന്മാരെ? അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ ആർക്കെങ്കിലും? ഉസ്താദെ, ഇന്ന ദിവസം ഞാൻ നിസ്കരിച്ച ഒരു വഖത്ത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. കാരണം കഴിയില്ല മനുഷ്യന്മാരെ. നമ്മുടെ നിയ്യത്ത് എന്താന്ന് അല്ലാഹുവിനെ അറിയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലാഹുവിന്റെ മുന്നിൽ എത്തണമെങ്കിൽ 7 കവാടങ്ങളിലും ഓരോ മലക്കുണ്ട്. അവരങ്ങോട്ട് ഈ സുബ്ഹാനല്ലാഹ് അവിടെ ചെല്ലുമ്പോൾ ടെസ്റ്റ് ചെയ്യും. ഒരു കവാടത്തിൽ നിന്ന് ടെസ്റ്റ് ചെയ്യും. വിജയിച്ച 2, 3, 4, 5, 6, 7 ആകാശത്തിലും മലക്കുകൾ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ 2 പ്രാവശ്യം വീണ്ടും 2 മലക്കുകൾ ടെസ്റ്റ് ചെയ്യും. അവസാനം 10ാമതേ അല്ലാഹുവിന്റെ മുന്നിൽ ഇവിടെ ഇരുന്ന് പറഞ്ഞ ഞാനൊരു സുബ്ഹാനല്ലാഹ് എത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെയൊക്കെ മലകൾ മുഴുവനും 1ാം ആകാശത്തിൽ ചെല്ലുമ്പോഴേ മലക്കെടുത്ത് മുഖത്തേക്ക് എറിയ ആർക്ക് വേണ്ടടാ? നിന്റെ അമൽ ആർക്ക് വേണം? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയണമെന്നില്ല. അപ്പൊ പിന്നെ ആരെങ്കിലും തരാന്ന് പറഞ്ഞാലെങ്കിലും വേടിക്കണ്ടേ? എന്ത് പെണ്ണുമ്പിള്ള എടുത്ത് പിണങ്ങിയിരിക്കണവരിക്കണത്? ഒരു മനുഷ്യൻ പറയാ സ്വർഗം ഞാൻ തരാന്ന് പറഞ്ഞാ വേടിക്കണോ ഇല്ലേ? നേരെ ഇരുന്ന് എല്ലാരും നേരെ ഇരുന്ന്. ഇതിലെ ഗർഭിണി പെണ്ണ് പ്രസവിക്കാതിരിക്കണവരിയ്ക്കുന്നത്. നേരെ ഇരിക്കുക. ഇത് കണ്ടാൽ തന്നെ സ്വർഗം പറയാൻ തോന്നില്ല. ഒരാള് പറയാ ഞാൻ സ്വർഗം തരാം, നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ അപ്പൊ വേടിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണ്ടേ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കു പറയട്ടെ. ആരാ നമുക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞ്? ആരാ സ്വർഗം തരാമെന്ന് പറഞ്ഞ്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആർക്കാ സ്വർഗം വേണ്ടത്? നിങ്ങളിൽ ആർക്കാണ് സ്വർഗം വേണ്ടത്? സ്വർഗം ഞാൻ തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. നമ്മുടെ തറവാട്ടിലേക്ക് കടന്നു പോകാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു വഴി പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ ഈന്തപ്പന പോലകൾ കൊണ്ട് നെയ്തിരിക്കുന്നതിന്റെ കുടിലിനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനതാ അല്ലാഹുവേ തഹജ്ജുദിന്റെ സമയമെത്തിയപ്പോ രാത്രി നിസ്കരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. പ്രവാചകൻ പടച്ചവനെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ. ഉളുവെടുക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ. അല്ലാഹുവേ, വല്ലാത്ത തണുപ്പാണ്. ശരീരം അല്ലാഹുവേ വിറക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലൊരു ചിന്ത വന്നു, അല്ലാഹ്